പരം പഴയ കാലത്തെ പൂട്ടും താക്കോലും എങ്ങനെയായിരുന്നു? കായംകുളം കൊച്ചുണ്ണിയെപ്പോലുള്ളവർ എങ്ങനെയാണ് അതൊക്കെ തകർത്ത് മോഷണം നടത്തിയത്? അന്ന് എന്തെങ്കിലും സൂക്ഷിച്ചു വയ്ക്കുവാനുണ്ടായിരുന്നത് കൊട്ടാരങ്ങളിലും ക്ഷേത്രങ്ങളിലും വലിയ മഠങ്ങളിലും മാത്രം ആയിരുന്നു. ക്ഷേത്രങ്ങളിൽ പുതിയ മേൽശാന്തിയെ അവരോധിക്കുന്ന ചടങ്ങിന് കുറ്റിയും കുടവും കൊടുക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. അതിലെ കുറ്റി ക്ഷേത്രത്തിൻ്റെ പൂട്ടും താക്കോലുമാണ്. പുതിയ തരം പൂട്ടുകൾ സാങ്കേതികവിദ്യ മാറിയെങ്കിലും വളരെ ദുർബലങ്ങളാണ്. ഡ്യൂപ്ലിക്കേറ്റ് താക്കോലുകൾ നിസ്സാരമായി ഉണ്ടാക്കുകയും ചെയ്യാം. എന്നാൽ ഈ കാണുന്നതാണ് കോൽ താഴും അതിൻ്റെ താക്കോലും. ഇതിൻ്റെ സാങ്കേതികവിദ്യ വളരെ ലളിതമാണ്. പക്ഷേ ഒരു കൊല്ലപ്പണിക്കാരൻ അളവെടുത്ത് ചെയ്തെങ്കിലേ മറ്റൊരു താക്കോൽ ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ. പൂട്ട് തകർക്കുക അത്ര എളുപ്പമല്ല. എന്നാൽ ഇതിലെ ഈ സാങ്കേതികവിദ്യ നിസ്സാരമായതിനാൽ യുക്തിയുള്ള ഒരു പണിക്കാരന് എളുപ്പത്തിൽ താക്കോൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. താക്കോൽ നേരിൽ കാണാതെ അകത്തെ കുറ്റിയെ വിടുവിക്കുന്ന ദ്വാരം താക്കോലിൽ ഉണ്ടാക്കാൻ പ്രയാസമാണ്. പൂട്ടിക്കഴിഞ്ഞാൽ വളരെ സുരക്ഷിതമായ ഒന്നാണ് കോൽത്താഴ്. ഇതിപ്പോൾ വളരെ പഴക്കമുള്ള ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ രാജകൊട്ടാരങ്ങളുടെ ഭാഗങ്ങളിലും മറ്റും മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പലയിടത്തും ഉണ്ടായിരുന്നുവെങ്കിലും തുരുമ്പ് പിടിച്ചും ഉപയോഗിക്കാതെയിരുന്നു. അവയൊന്നും ഇപ്പോൾ പ്രവർത്തനക്ഷമമായിരിക്കുകയില്ല. ഈ കാണുന്ന കോൽത്താഴ് നിത്യവും ഉപയോഗിക്കുന്ന ഒന്നാണ്. പണ്ട് തിരുവിതാംകൂർ രാജാവിൻ്റെ അധീനതയിലുള്ള നിരവധി മഹാക്ഷേത്രങ്ങളിൽ സ്വർണം, വെള്ളി, ലോഹങ്ങളിൽ പൂജാപാത്രങ്ങളും നിവേദ്യപാത്രങ്ങളും സ്വർണ്ണ കുടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവ സംരക്ഷിക്കുന്നതിനും ടിപ്പുവിൻ്റെ ആക്രമണം പോലെയുള്ള വലിയ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുമായി തിരുവനന്തപുരത്തേക്ക് എത്തിക്കണം എന്ന് രാജകീയ ഉത്തരവുണ്ടായി. പിന്നീടവ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരത്തിൽ അനവധി സെറ്റ് സ്വർണ്ണ പൂജാപാത്രങ്ങളും മറ്റും ഉണ്ടായത്. അവിടുത്തെ നിലവറകളുടെ പൂട്ട് വളരെ സവിശേഷമാണെന്ന് പറയപ്പെടുന്നു. അതെന്താണെങ്കിലും കോൽത്താഴും പൂട്ടും വിസ്മൃതിയിലാകാൻ ഇനിയും അധികകാലം വേണ്ടിവരില്ല.